എന്താണ് ബെർലിൻ്റെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്? പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് റൂം പ്രോഗ്രാം ആണ് ശരി, അല്ലെ അത് തന്നെയാണ് എന്നുള്ള, അതായത് സ്റ്റുഡൻസിന്റെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെ അത്രയും കരിക്കുലം ഒന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല പണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ അറിയാം, ഒരു സ്റ്റുഡന്റിന്റെ എന്താണ് പ്രയോറിറ്റി, അവരെന്താണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു അതിനുള്ള അവസരങ്ങൾ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ബ്രില്യന്റിന്റെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫേസ് ആണ് റിപ്പീറ്റർ മെഡിക്കൽ ഓൺലൈൻ എന്ന് പറയുന്നത്. സ്ട്രോങ് ആയ ഇന്റൻഷൻ ഉണ്ട്, എനിക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെ വലിയ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രില്യന്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ എല്ലാ ഫെസിലിറ്റികളും ആ സ്റ്റുഡൻറ്റിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ ദൃഢനിശ്ചയമാണ്. ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് എനിക്കിത് പഠിച്ച് നേടിയെടുക്കാനായിട്ട് സാധിക്കും, അതിനുള്ള മനസ്സ് എനിക്കുണ്ട് എന്നുള്ളതാണ് ആ മൈൻഡ് സെറ്റ്. നമുക്കറിയാം ഈ പ്രോസസ്സ് അത്ര സിമ്പിൾ അല്ല. അതായത് അവരുടെ അവർ പല അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പഠിച്ചെടുക്കാനായിട്ട് ഇത്ര വലിയ കോമ്പറ്റീഷനാണ്. അപ്പോഴെല്ലാം അവരുടെ ആ മൈൻഡ് സെറ്റ് കൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം പലപ്പോഴും നമുക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ കടന്നുപോയ വഴികളിലൂടെ കടന്നുപോയ ആളുകളെ, അവരെ അറിയാവുന്ന, അവരുടെ റിസൾട്ട് നേടിയെടുത്തത് നേരിട്ട് അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്റ്റുഡൻസിന് കിട്ടുന്നൊരു ഫീലുണ്ട്. സത്യം, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരാണ് ബ്രില്യന്റിന്റെ മെന്റേഴ്സ്. അതാണ് ആ മെന്റർ, ശരിക്കും പറഞ്ഞാൽ മെന്റർ സപ്പോർട്ടിംഗ് സിസ്റ്റം. ശരിക്കും 3 മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഇവന്റ് എന്ന് പറയാം. വലിയൊരു ഇവന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രില്യന്റിന്റെ മോഡൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ആ സമയത്ത് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ +2 ഒക്കെ ക്രാഷ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് പോലും പെട്ടെന്ന് ചോദിക്കുക എപ്പോൾ ഞങ്ങൾക്ക് മോഡലിൽ കയറാൻ പറ്റും. അവർക്ക് ആ ക്ലാസ് നമുക്കറിയാം, ക്രാഷ് കയറുന്ന പറഞ്ഞാൽ +2 കഴിഞ്ഞ് നേരെ വരുന്നുള്ളൂ. അവർക്ക് എന്താണ് നീറ്റ് എന്നറിയാൻ വന്നവരെ, എങ്കിലും അവർ എൻക്വയറി പോലും ചോദിക്കുന്ന ആദ്യം അതെ എപ്പോൾ മോഡൽ എക്സാമിൽ എൻട്രി ചെയ്യും. എന്തുകൊണ്ടായിരിക്കും എല്ലാ സ്റ്റുഡൻസും എക്സ്പീരിയൻസ് വീഡിയോയിൽ ഞങ്ങൾ എക്സാം സ്കിപ്പ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ, കാരണം അവർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇന്നിത് പഠിച്ചു തീർന്നില്ല, നാളെ എഴുതിക്കോട്ടെ. അപ്പോൾ ഒരു ക്ലാസ് മെന്റർ പറഞ്ഞു കൊടുത്ത ഉത്തരം അത് അങ്ങനെയല്ല, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എല്ലാ എക്സാം എല്ലാം പഠിച്ചു തീരുന്നൊരു കാലം അത് നമുക്ക് മെയിൽ ഒറിജിനൽ എക്സാമിന്റെ സമയത്ത് ആലോചിക്കാം. സ്റ്റുഡൻറ്റും മദറും ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇയറിലെ +2 മാർക്ക് എങ്ങനെ ക്രൈറ്റീരിയ ആയിട്ട് വെക്കാൻ പറ്റും? അവർ ആ വന്ന വഴിയിൽ എവിടെയോ ഈ ഡ്രീം നഷ്ടപ്പെട്ടു പോയവർ വീണ്ടും ജോയിൻ ചെയ്യാൻ ഈ കോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ക്രൈറ്റീരിയ ഓൺലൈനിൽ വെക്കുക എന്ന് പറയുന്നതിലൊരു ന്യായമില്ല. നമ്മൾ ഓൺലൈൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ഈ പഠിക്കുന്ന ഗ്രൂപ്പിനകത്ത് എവിടെയോ ഒരു കേരള ഫസ്റ്റ് റാങ്ക് ഉണ്ട്, അയാളുടെ കൂടെയാണ് നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷെ നിങ്ങളായിരിക്കും അയാൾ. അത് അന്ന് ആ റിസൾട്ടിന്റെ ദിവസമേ മനസ്സിലാവുള്ളൂ. 2000 നമുക്കറിയാം എല്ലാ വർഷവും കേരള ഫസ്റ്റ് റാങ്ക് നമ്മുടെ ബ്രില്യന്റിലെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ അവരുടെ കൂടെ മത്സരിക്കുന്ന ആരോ അല്ലെങ്കിൽ അവർ തന്നെയാണ് ആ ഫസ്റ്റ് റാങ്ക്. ഹായ് ഓൾ, നീറ്റ് 2026 ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം. അപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഒരുപാട് കമൻറ്റുകളിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ബ്രില്യന്റിൻ്റെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്. അപ്പോൾ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ കോർഡിനേറ്ററായ അജയ് സാറുണ്ട്. അപ്പോൾ നമുക്ക് അജയ് സാറിനോട് തന്നെ ആദ്യത്തെ ചോദ്യം. സർ, എന്താണ് ബ്രില്യന്റിൻ്റെ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്? ശരിക്കും കോവിഡിന് ശേഷം, അതായത് കോവിഡോട് കൂടിയാണ് ശരിക്കും നമുക്കറിയാം ഒരു ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ വരുന്നു. കംപ്ലീറ്റ് ഓഫ്ലൈൻ രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു കാര്യമാണ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം സ്റ്റുഡൻസ് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. MBBS നേടാനായിട്ട് നമുക്കറിയാം നീറ്റ് എക്സാമിനേഷൻ വളരെ അത്യാവശ്യമാണ്, ഗവൺമെന്റ് സീറ്റ് നേടാനായിട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി സ്റ്റുഡൻസ് അവരുടെ ഒരു വർഷം മാറ്റിവെക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. അപ്പോൾ അത് നമുക്കറിയാം ഓഫ്ലൈൻ ആയത് ചെയ്യുമ്പോൾ അതിൻ്റെതായ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം. അതിനുശേഷം കോവിഡ് വരുമ്പോൾ നമുക്കറിയാം ലോക്ക്ഡൌൺ ആണ്, നമുക്ക് ക്യാമ്പസുകളിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ കൃത്യമായി റൺ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിനെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അത് ശരിക്കും വളരെ വിജയകരമായി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം കോവിഡ് കഴിഞ്ഞു, ലോക്ക്ഡൗൺ ഒക്കെ മാറിയപ്പോഴും ആ ആദ്യത്തെ വർഷം റൺ ചെയ്ത അതിൻ്റെ ആ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതേ പ്രോഗ്രാം ഓൺലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്ന് ബ്രില്യന്റിൽ എൻക്വയറി ചെയ്യുകയും നമുക്ക് ഓൾറെഡി അതിൻ്റെ ആ ഫെസിലിറ്റികളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. യെസ്. അപ്പോൾ സാർ തീർച്ചയായിട്ടും പറഞ്ഞു June 10 നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ ഈ ഒരു ഓൺലൈൻ ബാച്ച് നമുക്കറിയാം, സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, എനിക്ക് തോന്നുന്നു 2 വർഷങ്ങളിൽ കേരളം 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ പോലും ഓൺലൈനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ, പക്ഷേ കമ്പാരിറ്റീവ്ലി ഓഫ്ലൈനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഓൺലൈൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ ഏത് ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റിയുള്ള വിദ്യാർത്ഥികളായിരിക്കണം? ശരിക്കും ഓഫ്ലൈൻ ആണ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് കൂടുതലും സ്റ്റുഡൻസ്. അതിന് നമുക്കറിയാം വളരെ സീരിയസ് ആണ്. ഒരു വർഷം നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു വർഷത്തിന് വളരെ വലിയ വിലയാണ് തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ ആ ജീവിതത്തിന്റെ ഒരു വർഷം അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓഫ്ലൈനിലാവുമ്പോൾ ആ പക്ക ഒരു എക്സാം അറ്റ്മോസ്ഫിയറിനകത്ത്, അല്ലെങ്കിൽ ഒരു വർഷം നമ്മുടെ ക്യാമ്പസുകളിൽ ചെലവാക്കുന്ന സ്റ്റുഡൻസിന് അറിയാം ഹോസ്റ്റലിലും പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ്, നമ്മുടെ സറൗണ്ടിങ്സ് ഉള്ള കുട്ടികൾ പോലും നന്നായിട്ട് പഠിക്കുന്നവരാണ്. കോമ്പറ്റീഷൻ എൻവയോൺമെന്റിനകത്ത് അത് ഞാൻ പലപ്പോഴും നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസ് തന്നെ ലാസ്റ്റ് ഈ മോഡൽ എക്സാമിനേഷന്റെ സമയത്ത് അവർ ഹോസ്റ്റലിലൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ഈ പഠിക്കുന്ന ഗ്രൂപ്പിനകത്ത് എവിടെയോ ഒരു കേരള ഫസ്റ്റ് റാങ്ക് ഉണ്ട്, അയാളുടെ കൂടെയാണ് നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷെ നിങ്ങളായിരിക്കും അയാള്. അത് അന്ന് ആ റിസൾട്ടിന്റെ ദിവസമേ മനസ്സിലാവുള്ളൂ. 2000 നമുക്കറിയാം എല്ലാ വർഷവും കേരള ഫസ്റ്റ് റാങ്ക് നമ്മുടെ ബ്രില്യന്റിലെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ അവരുടെ കൂടെ മത്സരിക്കുന്ന ആരോ അല്ലെങ്കിൽ അവർ തന്നെയാണ് ആ ഫസ്റ്റ് റാങ്ക്. ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് എൻജോയ് അത് ആദ്യമേ മുതൽ തന്നെ, അതായത് ജൂൺ തൊട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ് ഓഫ്ലൈൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ഫുൾ ടൈം. പക്ഷേ നമുക്കറിയാം ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. പല സ്റ്റുഡൻസും ഇപ്പം നമ്മുടെ കേരള ഫസ്റ്റ് റാങ്ക് വന്നിട്ടുള്ള ഇപ്പം നന്ദിതയാണല്ലോ, ആര്യയാണല്ലോ, അതിനുശേഷം കേരള സെക്കൻഡ് റാങ്ക് വന്നിട്ടുള്ള ഇപ്പോൾ പത്മനാഭമേനോൻ, അവരെല്ലാവരും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ റിസൾട്ട് നേടിയെടുക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഓൺലൈനിലുണ്ട്. വലിയ റിസൾട്ടാണ് ഓൺലൈനിൽ. അപ്പോൾ അവരോടെ എല്ലാം നമ്മൾ ഇൻഡിവിജ്വലി സംസാരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, വൈ ഓൺലൈൻ, നിങ്ങൾ എന്തുകൊണ്ട് ഓൺലൈൻ? അപ്പോൾ അവരെല്ലാവരും പറയുന്ന റീസണുകൾ ഭയങ്കര സിമിലർ ആണ്. അവർക്ക് അവരുടെ വീടിന്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാനായിട്ടാണ് ഇഷ്ടം. നമുക്കറിയാം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് റൂം പ്രോഗ്രാം ആണ് ശരി, അല്ലെ അത് തന്നെയാണ് എന്നുള്ള, അതായത് സ്റ്റുഡൻസിന്റെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെ അത്രയും കരിക്കുലം ഒന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല പണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ അറിയാം ഒരു സ്റ്റുഡന്റിന്റെ എന്താണ് പ്രയോറിറ്റി, അവരെന്താണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു അതിനുള്ള അവസരങ്ങൾ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ബ്രില്യന്റിന്റെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫേസ് ആണ് റിപ്പീറ്റഡ് മെഡിക്കൽ ഓൺലൈൻ എന്ന് പറയുന്നത്. അതുപോലെ +1 +2 സ്റ്റുഡൻസിന് വേണ്ടി നമുക്ക് ഹൈബ്രിഡ് ഓൺലൈൻ എന്ന് പറയുന്ന ലോങ് ടൈം ഓൺലൈൻ കോഴ്സുകളുണ്ട്. അതൊക്കെ വളരെ വലിയ വിജയങ്ങളാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് അവൻ്റെ കംഫർട്ട് സോണിൽ, അതായത് വീട്ടിൽ അവരിയ്ക്കുന്ന സാഹചര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ സ്ട്രോങ് ആയ ഇൻറ്റൻഷൻ ഉണ്ട്, എനിക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെ വലിയ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രില്യൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ എല്ലാ ഫെസിലിറ്റികളും ആ സ്റ്റുഡൻറ്റിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. അവൻ എവിടെ ഇരിക്കുന്നോ, ഒരു സ്റ്റുഡൻറ്റ് എവിടെ ഇരുന്നാണോ പഠിക്കുന്നത്, അവൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട് സപ്പോസ് കോഴിക്കോടാണെന്ന് വിചാരിക്കുക, അവൻ്റെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ റൂമിൽ ബ്രില്യൻറ്റിൻ്റെ മുത്തോലി A ബ്ലോക്കിൽ വന്നിരിക്കുമ്പോൾ ഉള്ള ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഉള്ള എന്ത് ഫെസിലിറ്റി ആണോ, എന്ത് ഫാക്കൽറ്റി ആണോ, എന്ത് എക്സാം ആണോ അതവന് കൊടുക്കാൻ പറ്റും എന്ന് ബ്രില്യൻറ്റ് തെളിയിച്ച പ്രോഗ്രാമാണ് റിപ്പീറ്റഡ് മെഡിക്കൽ ഓൺലൈൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ ദൃഢനിശ്ചയമാണ്. ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് എനിക്കിത് പഠിച്ച് നേടിയെടുക്കാനായിട്ട് സാധിക്കും, അതിനുള്ള മനസ്സ് എനിക്കുണ്ട് എന്നുള്ളതാണ് ആ മൈൻഡ് സെറ്റ്. സാർ ഇപ്പോൾ പറഞ്ഞ ബ്രില്യൻറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ലഭിക്കുന്ന അതേ ഫെസിലിറ്റീസ് ഒക്കെ തന്നെ നമ്മൾ ഓൺലൈനിലും വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ഓൺലൈൻ എന്ന് സാർ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1ാം റാങ്കുകൾ ഉൾപ്പെടെ. അപ്പോൾ അജയ് സാർ, എങ്ങനെയാണ് ഈ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിനോട് നമ്മളിതിനെ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലൊരു സക്സസ് റേഷ്യോയിലേക്ക് ഇത്രമാത്രം എത്തുന്നത് എങ്ങനെയായിരിക്കും ഓഫ്ലൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? അത് മെയിൻലി നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ മോഡൽ എക്സാമിനേഷൻസ് ഇപ്പോൾ ജനുവരിയിൽ ക്ലാസ്സുകൾ എല്ലാവർക്കും തീരും. ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റുഡൻസിനാണെങ്കിലും ഓൺലൈൻ സ്റ്റുഡൻസിനാണെങ്കിലും അവരുടെ റിപ്പീറ്റേഴ്സ് ക്ലാസ്സുകൾ അവസാനിക്കുന്നത് ജനുവരിയിലാണ്. അതിനുശേഷം മോഡൽ എക്സാമിനേഷൻസോട് കൂടി നമുക്ക് ഓൺലൈനിൽ നമ്മുടെ ബ്രില്യൻറ്റിൽ പിന്നെ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻറ്റ്, ഓഫ്ലൈൻ ബാച്ച് സ്റ്റുഡൻറ്റ്, അങ്ങനത്തെ വ്യത്യാസങ്ങളില്ല. ഇവരെല്ലാവരും അവസാനത്തെ 3 മോഡൽ എക്സാമിനേഷൻ മന്ത് ഒരേ ഇൻറ്റൻസ് ആയ എക്സാം ഒരേ ഗ്രൂപ്പിൽ ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് സ്റ്റുഡൻസിനെ തയ്യാറെടുപ്പിക്കുന്ന 2 സ്ട്രീം എന്ന് മാത്രമേ ഉള്ളൂ, ഓഫ്ലൈനും ഓൺലൈനും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഓൺലൈനിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പല സ്റ്റുഡൻസും ചോദിക്കാറ് എങ്ങനെയാണ് നമ്മളൊരു വീക്ക് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് റൂം എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് റൂമും സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു 75 സ്റ്റുഡൻസിൻ്റെ ഒരു ബാച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ബാച്ചിന്റെ മാത്രം ചാർജ് ഉള്ള ഒരു മെന്റർ നമ്മുടെ ക്യാമ്പസിലുണ്ടാവും. ആ ടീച്ചർക്ക് ആ ഒരു
ബാച്ചിന്റെ ചാർജ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിലും ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ആ ക്ലാസ് മെൻറ്റർ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഒക്കെ ഉള്ള ആ സ്റ്റുഡൻസിൻ്റെ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ പ്രോസസ്സ് അത്ര സിമ്പിൾ അല്ല. അതായത് അവരുടെ അതായത് അവർ പല അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പഠിച്ചെടുക്കാനായിട്ട് ഇത്ര വലിയ കോമ്പറ്റീഷനാണ്, അപ്പോഴെല്ലാം അവരുടെ ആ മൈൻഡ് സെറ്റ് കൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം പലപ്പോഴും നമുക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. കുറച്ച് ഇമോഷണൽ സപ്പോർട്ടിനേക്കാളും ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ കടന്നുപോയ വഴികളിലൂടെ കടന്നുപോയ ആളുകളെ, അവരെ അറിയാവുന്ന, അവരുടെ റിസൾട്ട് നേടിയെടുത്തത് നേരിട്ട് അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു ഫീലുണ്ട്. സത്യം. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരാണ് ബ്രില്യൻറ്റിൻ്റെ മെൻറ്റേഴ്സ്. അതാണ് ആ ശരിക്കും പറഞ്ഞാൽ മെൻറ്റർ സപ്പോർട്ടിംഗ് സിസ്റ്റം. നമുക്കറിയാം ശരിക്കും 3 ലെവൽ സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. മെൻറ്റേഴ്സ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് അപ്രോച്ചബിൾ ആണ്. പക്ഷേ എങ്കിലും ശരിക്കും ഞാൻ പറയാം ഏറ്റവും ഇൻടച്ചിൽ ഉണ്ടാവുന്ന ഒരു ക്ലാസ് മെൻറ്റേഴ്സാണ്. അപ്പോൾ അത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായി ഓൺലൈനിലും കിട്ടണം നമ്മൾ നിർബന്ധം നമുക്കുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ക്രമീകരിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരാഴ്ച ക്ലാസ്സുകൾ, ഒരു വീക്കിൽ ക്ലാസ്സുകൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാമെന്ന്. ഇപ്പോൾ നമ്മുടെ ഒരു ഓഫ്ലൈൻ ബാച്ചിലുള്ള സ്റ്റുഡൻറ്റ് ക്ലാസ് റൂം നമുക്കറിയാം മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ക്ലാസ്. അവൻ രാവിലെ 7:30 ക്ലാസ്സിലേക്ക്, അല്ലെ 8 മണി ബാച്ച് ആണെങ്കിൽ 8 AM ക്ലാസ്സിൽ വരുന്നു. പിന്നെ ഉച്ചവരെ ആണെങ്കിൽ ഉച്ചവരെ, വൈകുന്നേരം വരെയുള്ള ബാച്ചാണെങ്കിൽ വൈകുന്നേരം വരെയുള്ള ബാച്ച് അവൻ ക്ലാസ് റൂമിൽ ചിലവഴിക്കുവാണ്. അപ്പം അതും നമ്മൾ അതുപോലെ തന്നെ ഓൺലൈനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്താൽ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും അവർക്ക് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിൽ ഞാൻ പറഞ്ഞു ജൂൺ 10 നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് മന്ത് ആകുമ്പോൾ അവരൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സിലോട്ട്. കാരണം ഇത്രയും സ്ക്രീൻ ടൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മന്തിൽ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും 2 സെഷൻ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. സാറ്റർഡേ സ്റ്റഡി ലീവും സൺഡേ എക്സാമിനേഷനുമാണ് ഓൺലൈൻകാർക്ക് കൊടുക്കാറ്. അപ്പോൾ ജൂലൈ ഒക്കെ ആകുമ്പോൾ തൊട്ട് ആ ഒരു വീക്കിൽ ഒരു 3 ഡേയ്സിൽ 3 സെഷൻ ക്ലാസ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ 8 to രാവിലെ 8 AM to 10 AM ഫസ്റ്റ് സെഷൻ, 11 AM to 1 PM സെക്കൻഡ് സെഷനും, 3 PM to 5 PM തേർഡ് സെഷനും വരുന്ന രീതിയിൽ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യും. അത് വീക്കിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ദിവസങ്ങളിൽ 3 സെഷനും തേഴ്സ്ഡേ ഫ്രൈഡേ ദിവസങ്ങളിൽ 2 സെഷനും. അപ്പോൾ ഉച്ച കഴിഞ്ഞ് അവർക്ക് കുറച്ച് പഠിക്കാനായിട്ടൊക്കെ സമയം എക്സ്ട്രാ കിട്ടും. സാറ്റർഡേ സ്റ്റഡി ലീവ്, സൺഡേ ആ വീക്ക് പഠിപ്പിച്ച ടോപ്പിക്കുകളുടെ എക്സാം. അപ്പോൾ ഓഫ്ലൈനിൽ എങ്ങനെയാണോ ഒരു വീക്ക് റൺ ചെയ്യുന്നത് അതുപോലെ തന്നെ. ആകെ വ്യത്യാസം ഓഫ്ലൈനിൽ സാറ്റർഡേയും സൺഡേയും സ്റ്റഡി ലീവും മൺഡേ എക്സാമുമാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർ യാത്രകൾ ചെയ്യുന്നില്ല, ക്യാമ്പസിലേക്ക് വരിക പോവുക, അല്ലെങ്കിൽ ക്യാമ്പസിൽ ചിലവഴിക്കുന്ന സമയം എന്നുള്ളതില്ല. അപ്പോൾ അവരവരുടെ റൂമിലിരുന്ന് പഠിക്കുവാണെങ്കിൽ ആ സമയം പരമാവധി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ഒരു ദിവസമേ സ്റ്റഡി ലീവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ സാർ. അപ്പോൾ അതുപോലെ തന്നെ ഫെസിലിറ്റീസിലേക്ക് എത്തുമ്പോൾ ഓൺലൈനിലും ഒരുപാട് ക്രമീകരണങ്ങൾ ബ്രില്യൻറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓൺലൈൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ്? ഇപ്പം ഞാൻ പറഞ്ഞു ക്ലാസിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ ലൈവ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ ലൈവ് ക്ലാസ്സുകൾ തന്നെ ഇപ്പം ഇത് ഞാൻ പറയുന്നതും സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം അവർക്ക് കറക്റ്റായിട്ട് കിട്ടി, അവർ റിസൾട്ട് നേടി കഴിയുമ്പോൾ നമ്മളോട് അതിൻ്റെ റിപ്ലൈയിൽ അത് പറയുമ്പോഴാണല്ലോ നമുക്ക് അതായിരുന്നു ഓക്കെ അവർക്ക് അത് കറക്റ്റ് എത്തിയെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകൾക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ 8 തൊട്ട് 10 അല്ലെ 11 മണി തൊട്ട് 1 മണി വരെ, 3 മണി തൊട്ട് 5 മണി വരെ ഒക്കെ ഈ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ചിൽ ഒരുപാട് സ്റ്റുഡൻസ് മറ്റു കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ആയി റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് കൂടാതെ ഇപ്പോൾ ചെറിയ മാർക്കുകളിലൊക്കെ ചെറിയ വേരിയേഷൻ വന്ന് മറ്റെന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തു, അല്ലെ ഇപ്പോൾ റിപ്പീറ്റോ ചിലപ്പോൾ സൂപ്പർ റിപ്പീറ്റോ ചെയ്യുന്ന സ്റ്റുഡൻറ്റ്, ചിലർക്ക് ആ ഫുൾ കോൺഫിഡൻസ് കിട്ടില്ല ക്യാമ്പസിൽ വന്ന്. അതൊരു ഞാൻ പറഞ്ഞില്ല അതെല്ലാം ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ ചിലർക്ക് എന്നാ ഓക്കെ നമുക്കല്ല ഒന്നുകൂടെ ട്രൈ ചെയ്തേക്കാം, പക്ഷേ വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുന്ന, അല്ലെ മറ്റ് ഇപ്പോൾ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ട് ചെയ്ത് നമുക്ക് റിസൾട്ടിലെത്തിയ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു നമ്മളൊരു എക്സ്പീരിയൻസ് വീഡിയോ ചെയ്ത സമയത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ട് പിന്നെ ഓൺലൈൻ പഠിച്ച് റിസൾട്ടിൽ എത്തിച്ചേർന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര്, ശരിക്കും ഒരു മിക്സഡ് ഗ്രൂപ്പാണ് ഓൺലൈൻ. ഈ അടുത്ത് തന്നെ കൊല്ലം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഒരു അമ്മയും കുട്ടിയും അമ്മ ബ്രില്യന്റിന്റെ ഓൺലൈൻ ബാച്ചിലുണ്ടായിരുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പലപ്പോഴും ക്രൈറ്റീരിയ മാർക്കുകൾ മീറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ചിലർ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് 75% CBSE PCB സ്കോർ +2 വന്നിട്ട് അതിനുശേഷം ഒരു 690 മുകളിൽ സ്കോർ മേടിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മെയിൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ ഓൺലൈനിലുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അതായത് ഇത് ഒരു വൈഡ് ആയിട്ടുള്ള റേഞ്ചിൽ പഠിക്കുന്ന സമയമൊക്കെ
പല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് വരുന്നൊരു കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഈ എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും റെക്കോർഡഡ് സെഷനുകൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. എത്ര തവണ, അതായത് ശരിക്കും ഇപ്പോൾ ഈ 2027 ഇപ്പോൾ ഈ നമ്മുടെ പുതിയ കോഴ്സിൽ വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേയിൽ, അതായത് June 10 അവർക്ക് രാവിലെ 8 മണി മുതൽ 10 മണി വരെ ഒരു ലൈവ് ക്ലാസ് ഉണ്ടെങ്കിൽ, അതിപ്പോൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പാർട്ട് 1 ലൈവ് ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞ് 3 മണിക്കൂറിനുള്ളിൽ അതിന്റെ റെക്കോർഡ് നമ്മൾ അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ആ റെക്കോർഡ് ക്ലാസ്, അതായത് നമ്മുടെ ഈ വർഷം തീരുന്നത് വരെ 2027 നീറ്റ് എക്സാമിനേഷൻ അവരെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രൊഫൈലിൽ അത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു റീവിസിറ്റിങ്ങിനുള്ള സാധ്യത എപ്പോഴും ആ റെക്കോർഡ് സെഷൻസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ടൈം, ഇപ്പോൾ രാവിലെ ജോലിക്ക് പോയി, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്റ്റുഡൻറ്റിൻ്റെ മദർ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ രാവിലെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും ക്ലാസ് കാണാനിരിക്കുക. അപ്പോൾ അവർക്ക് രാവിലെ 8 തൊട്ട് 10 ലൈവ് ക്ലാസ് കയറുക എന്ന് പറയുന്നത് പോസിബിൾ ആവണമെന്നില്ല. പിന്നെ അവർക്ക് എന്താ സാധ്യത, ഈ ലൈവിൻ്റെ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ നമ്മൾ ഓൺലൈൻ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു സൺഡേ നമുക്ക് എക്സാമിനേഷനാണ്. 2 തരം എക്സാമുകൾ ഇപ്പോൾ 2025 നമുക്കറിയാം നീറ്റ് വളരെ ടഫായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസിന് നമ്മളുടെ ആണെങ്കിലും എല്ലാ പിള്ളേരും പഠിച്ചിട്ടാണ് പോയെ, എല്ലാം അവർക്ക് അറിയാവുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു കട്ടി കൂടിയ എക്സാമിനേഷൻ കണ്ടപ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ. അതായത് നീറ്റ് എല്ലാ വർഷവും നമ്മളെ സർപ്രൈസ് ചെയ്യിക്കാറുണ്ട്, നമുക്കറിയാം, അതാണ് നീറ്റിൻ്റെ രീതി, ഇന്ത്യയുടെ രീതി അങ്ങനെയാണ്. പക്ഷേ നമ്മളതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും പലപ്പോഴും സ്റ്റുഡൻസ് അത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാതെ അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് കട്ടി കൂടിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, അപ്പോൾ എല്ലാവരും പോകുന്നത് 180 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് വരാനാണ്. പക്ഷേ നമുക്കറിയാം 2025 പോലെ ഒരു എക്സാം വരുമ്പോൾ 180 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് റാങ്കിന് പോലും. നമുക്കറിയാം 680 അറൗണ്ട് ആയിരുന്നു ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ അയാൾ പോലും 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട. അപ്പോൾ സ്റ്റുഡൻസിന് അതുകൂടെ മനസ്സിലാക്കാൻ, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നീറ്റ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു എക്സാമിനേഷനും കൂടെ കഴിഞ്ഞ വർഷം തൊട്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അത് ഈ വർഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൺഡേ ഓൺലൈൻ ബാച്ചിലേക്ക്, ശരിക്കും അത് ഓഫ്ലൈൻ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. അതിൻ്റെ കൂടെ ഓൺലൈൻ ഇരിക്കുന്ന സ്റ്റുഡൻസിനും നമ്മൾ സൺഡേ 2 എക്സാമിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സാധാരണ ഇപ്പോൾ ഈ വർഷമൊക്കെ വന്ന നീറ്റ് എക്സാം പോലെയുള്ള നീറ്റ് വീക്കിലി എക്സാമും, അതിനുശേഷം ഒരു 1 hour ഡ്യൂറേഷൻ്റെ നീറ്റ് അഡ്വാൻസ്ഡ് എക്സാമും. ഇത് രണ്ടും സ്റ്റുഡൻസിന് എല്ലാവർക്കും ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ മറ്റൊരു കാര്യം വളരെ സ്പെസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് എക്സാമിനേഷൻ്റെ കാര്യത്തിൽ നിർബന്ധമാണ്. ക്ലാസ്സിന് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ആ എക്സാമിൻ്റെ കാര്യത്തിൽ ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ തയ്യാറല്ല. കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആവുമ്പോൾ എക്സാം സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ പക്ഷേ സ്റ്റുഡൻസിനെ ഇൻസിസ്റ്റ് ചെയ്ത് അവരെ നിർബന്ധിച്ച് അങ്ങനെയല്ല, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഉത്തരവാദിത്തമാണ്. അതെ, അത് ക്ലാസ് മെന്റേഴ്സ് ത്രൂ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഓൾറെഡി റിസൾട്ട് നേടിയ സ്റ്റുഡൻസിന്റെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വീഡിയോ എടുത്താലും അവർ ആ എക്സാം സ്കിപ്പ് ചെയ്യാറില്ല എന്നുള്ള ആ പോയിന്റ് വളരെ അവരത് സ്ട്രെസ് ചെയ്ത് എപ്പോഴും മറ്റുള്ള സ്റ്റുഡൻസും മനസ്സിലാക്കണം. എന്തുകൊണ്ടായിരിക്കും എല്ലാ സ്റ്റുഡൻസും എക്സ്പീരിയൻസ് വീഡിയോയിൽ ഞങ്ങൾ എക്സാം സ്കിപ്പ് ചെയ്യാറില്ല എന്ന് പറയുന്നത്? കാരണം അവർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇന്നിത് പഠിച്ചു തീർന്നില്ല, നാളെ എഴുതിക്കോട്ടെ. അപ്പോൾ ഒരു ക്ലാസ് മെന്റർ പറഞ്ഞു കൊടുത്ത ഉത്തരം അത് അങ്ങനെയല്ല, അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എല്ലാ എക്സാം എല്ലാം പഠിച്ചു തീരുന്നൊരു കാലം അത് നമുക്ക് മെയിൽ ഒറിജിനൽ എക്സാമിന്റെ സമയത്ത് ആലോചിക്കാം. പക്ഷെ അതുവരെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കും. പിള്ളേരെ കൊണ്ട് എല്ലാവരെ കൊണ്ടും എക്സാം അറ്റൻഡ് ചെയ്യിക്കുകയും ചെയ്യും. അപ്പോൾ അതും ഓൺലൈനിൽ നമ്മൾ വളരെ ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്കറിയാം ഇപ്പോൾ 27 അറൗണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഓഫ്ലൈൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ആണെങ്കിലും നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത്രയും മെറ്റീരിയൽസ് തന്നെ നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ശരിക്കും അവർക്ക് 2 രീതിയിൽ ആക്സസ് ചെയ്യാം. ഓൺലൈനിന് 2 രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എല്ലാ സ്റ്റുഡൻസിനും ഇത് ഹാർഡ് കോപ്പി ആയിട്ട് മെറ്റീരിയൽ കയ്യിൽ വേണമെന്നൊന്നുമില്ല. അതും ഈ കോവിഡാനന്തരം വന്നൊരു സംഭവമാണ്. നേരത്തെ എല്ലാവർക്കും ബുക്കായി കൈ വേണം. പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അത് ലേൺ ഫോർമാറ്റിൽ ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൂടെ പരിഗണിച്ച് സ്റ്റുഡൻസിന് വിത്ത് മെറ്റീരിയൽ എന്നുള്ള രീതിയിലും വിത്തൗട്ട് മെറ്റീരിയൽ എന്നുള്ള രീതിയിലും 2 രീതിയിൽ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വിത്ത് മെറ്റീരിയൽ കോഴ്സാണ് നിങ്ങൾ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഹാർഡ് കോപ്പി ബ്രില്യൻറ്റിൽ നിന്ന് ഇന്ത്യക്കുള്ളിലുള്ള നിങ്ങൾ കൊടുക്കുന്ന ഏത് അഡ്രസ്സിലേക്കും ഹാർഡ് കോപ്പി ആയിട്ട് അയച്ചു തരും. അതേസമയം വിത്തൗട്ട് മെറ്റീരിയൽ കോഴ്സ് ആണെങ്കിൽ ശരിക്കും വിത്ത് മെറ്റീരിയൽകാർക്കും, അതായത് ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റേഴ്സ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ സ്റ്റഡി മെറ്റീരിയലുകൾ, ഞാൻ ഈ പറഞ്ഞ 27 അറൗണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ PDF ആയി ലേണിംഗ് ഫോർമാറ്റിൽ
ക്ലാസസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം സെയിം ആണ്, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. സർ, അതുപോലെ തന്നെ ഈ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റിയിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണ് ഓൺലൈനിൽ ക്രമീകരിച്ചിരിക്കുന്നത്? അതും ഓഫ്ലൈനിന് ശരിക്കും പറഞ്ഞാൽ ഈ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റിയിൽ എപ്പോഴും ഓഫ്ലൈൻ ഒരു അഡ്വാൻറ്റേജ് കൂടുതൽ ഓൺലൈനിന് മുകളിലുണ്ട്, നമുക്കറിയാം. കാരണം ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസുകളിലുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം, അവർക്ക് ക്ലാസ് കഴിഞ്ഞും ക്ലാസ്സിൻ്റെ ആ ഇൻ്റർവെൽ സമയത്തും ഒക്കെ പ്രൊഫസേഴ്സ് ക്യാമ്പസിൽ പ്രൊഫസേഴ്സ് റൂമിലുണ്ടാവും. സ്റ്റുഡൻസിന് നേരിട്ട് ചെയ്യുന്ന അവർക്ക് വരുന്ന ഡൗട്ട് നേരിട്ട് പ്രൊഫസറിനോട് പോയി ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ ഇരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് വീടുകളിലാണ്, ദൂരെയാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു ഇന്റർവെല്ലിന് പോയി ക്യാമ്പസിൽ പ്രൊഫസറോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല. ഓൺലൈനിൽ അത് പോസിബിൾ ആവത്തുമില്ല. പക്ഷേ ഈ ഒരു ലിമിറ്റേഷനെ മാക്സിമം ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ വലിയ വിജയമാണ്. അതും സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാ ലൈവ് ക്ലാസ്സുകൾക്ക് ശേഷവും ഒരു 2 hours ലൈവ് ക്ലാസ് ആണെങ്കിൽ അതിനുശേഷം ഒരു ഹാഫ് ആൻ അവറിന് അതേ പ്രൊഫസർ തന്നെ ആ ടോപ്പിക്കിൽ അവർക്ക് ലൈവായിട്ട് ഡൗട്ട് ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 8 to 10 ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ 10 to 10:30 ആ ക്ലാസിന്റെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് കിട്ടും. അതുപോലെ 11 to 1 1 to 1:30, 3 to 5 5 to 5:30 അവർക്ക് എന്താണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് സെഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞു വീക്ക്ലി എക്സാമിനേഷൻസ് സൺഡേ, അതിനു മുമ്പ് സാറ്റർഡേ സ്റ്റഡി ലീവ് ഉണ്ട്, ഫ്രൈഡേ ആഫ്റ്റർനൂൺ സെഷൻ ഫ്രീയാ. ആ സമയങ്ങളിൽ സ്റ്റുഡൻസിൻ്റെയും കൂടെ ടൈം അറേഞ്ച്മെന്റ് അനുസരിച്ച് പ്രൊഫസേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് സ്റ്റുഡൻസിന് എക്സ്ട്രാ ആ വീക്കിലെ എക്സാം ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഡൗട്ട് ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും ഒക്കെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഞാൻ ഇനി പറയുന്ന കാര്യത്തിന് ഓഫ്ലൈൻ ഓൺലൈൻ വ്യത്യാസമില്ല, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഇത് ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് വീഡിയോയ്ക്കകത്ത് സ്റ്റുഡൻസിന് വരുന്നത് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ. ശരിക്കും കുറച്ച് ആദ്യത്തെ 1-2 വർഷങ്ങളിൽ സ്റ്റുഡൻസ് പറയുമ്പോൾ അവർ എപ്പോഴും ഒത്തിരി ക്വസ്റ്റ്യൻസ്, ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ്, ചെയ്ത് തീരാൻ പറ്റാത്തത്രയും ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ അവർ പലരും പറയുന്ന ഒരു കാര്യം, ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ഉണ്ട്, അത് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി. ഇ ലേണിംഗ് ആപ്പിന് 24/7 വർക്ക് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് നമുക്കത് ഡൗട്ട് സ്റ്റുഡൻസിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ആയിട്ടല്ല, ഒരു ധൃതിയിലാണ്, അവർക്ക് ഇമേജ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഓഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏത് ഫോർമാറ്റിലും അവരുടെ ഡൗട്ട് ഒരു പ്രൊഫസർക്ക് ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഫോറം ത്രൂ അവർക്ക് ചോദിക്കാനും, അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും സ്റ്റുഡൻസിന് ചോദിക്കാനും, പ്രൊഫസേഴ്സിൽ നിന്ന് ഡയറക്റ്റ് അതിന് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത്, അതും പ്രൊഫസേഴ്സ് പലരും അതിന് ഓഡിയോ ആയിട്ടാണ് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിന് വീട്ടിലിരിക്കുമ്പോഴും അതൊരു ഫോൺ കോൾ പോലെ തന്നെയല്ലേ, നമ്മളൊരു ഡൗട്ട് പോസ്റ്റ് ചെയ്യുന്നു, പ്രൊഫസർ ത്രൂ സൗണ്ട് തന്നെ നമുക്ക് റിപ്ലൈ തരുന്നു. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയാണ്, അത് 24/7 വർക്ക് ചെയ്യുന്ന. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒക്കെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഫോർമാറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റുഡൻസ് പരമാവധി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിന് അഡീഷണൽ ആയിട്ട് മോഡലിൻ്റെ ഒക്കെ സമയത്ത് എക്സ്ട്രാ ഡൗട്ട് ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ മോഡൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത് ക്യാമ്പസുകൾ ആക്സസ് ചെയ്ത് സ്റ്റുഡൻസിന് ഡൗട്ട് ചോദിക്കണമെങ്കിൽ അതിനുള്ള പെർമിഷനും കൊടുക്കാറുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 4.9 റേറ്റിംഗ് ഉള്ള ആപ്പാണ്. അതുപോലെ AI ഇൻ്റഗ്രേറ്റഡ് ആപ്പാണ്. അതുകൂടാതെ മറ്റു ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം ഓൺലൈനും ഓഫ്ലൈനും ഒരുപോലെയാണ്. ശരിക്കും അത് ഇ ലേണിംഗ് ആപ്പിന്റെ ഫീച്ചറാണ്. അത് ഓൺലൈൻകാർക്ക് കുറച്ച് അധികം യൂസ് ചെയ്യാം. കാരണം അവർ വീട്ടിലിരിക്കുന്നതുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞ ഒരു സമയം അഡ്വാൻറ്റേജ് അവർക്കുള്ളത് കൊണ്ട് യൂസ് ചെയ്യാം. അവർക്കൊരു ഫ്ലെക്സിബിലിറ്റി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇ ലേണിംഗ് ആപ്പിൽ നമ്മൾ സ്റ്റുഡൻസിന് എല്ലാ ചാപ്റ്ററിൻ്റെയും, നമുക്കറിയാം ഇപ്പോൾ നീറ്റിന് 80 അറൗണ്ട് ചാപ്റ്റേഴ്സാണ് ഉള്ളത്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബ്രില്യൻറ്റിൻ്റെ പല പ്രൊഫസേഴ്സ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് പ്രൊഫസേഴ്സ്, അപ്പോൾ നമുക്കറിയാം ഓരോ പ്രൊഫസേഴ്സിനും ഒരേ ടോപ്പിക്കിന് പല അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു പക്ഷേ ഇപ്പോൾ ലൈവ് ക്ലാസ് എടുക്കുന്ന ആ പ്രൊഫസർ പഠിപ്പിച്ചതുമായിട്ട് കണക്റ്റ് ആയില്ല. അപ്പോൾ നമുക്ക് എത്ര നല്ലപോലെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണെങ്കിലും ചിലപ്പോൾ സ്റ്റുഡൻസിനൊരു കണക്ഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇ ലേണിംഗ് ആപ്പിൽ ഒരേ ടോപ്പിക്ക് തന്നെ പല പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2022, 23, 24, 25 ഉള്ള പല ക്ലാസ്സുകളും ഇ ലേണിംഗ് ആപ്പിൽ ഒരേ ടോപ്പിക്കിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ക്ലാസ് ഓക്കെ അല്ല എന്നല്ല, അയാൾക്ക് കണക്റ്റ് ആവുന്നില്ല എന്ന് തോന്നിയാൽ മറ്റൊരു ക്ലാസ് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സമയലാഭമാണ്. വേറൊന്നിലെ, അതായത് പെട്ടെന്ന് തന്നെ അവർക്ക് ഓപ്ഷൻ സ്വിച്ച് ചെയ്ത് മറ്റൊന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ ആ സമയത്ത് വിട്ടു. അതായത് ഈ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചുമ്മാ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻ അങ്ങനെ ഇട്ടേക്കുമല്ല. മോഡൽ എക്സാമിനേഷൻസ് ഉണ്ട്, യൂണിറ്റ് വൈസ് എക്സാം ഉണ്ട്. ആ ഓരോ ടോപ്പിക്കിൻ്റെയും
ഇൻഡിവിജ്വലി ഞാൻ ഈ ലേണിംഗ് ആപ്പിൽ പലപ്പോഴും സ്റ്റുഡൻറ് ഐ ഡി ഒക്കെ ഉപയോഗിച്ച് കയറി നോക്കാറുണ്ട്. അപ്പോൾ എനിക്കത് ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ലേണിംഗ് ആപ്പിനെ അറിയാം. അപ്പോൾ അതിൽ കയറി കഴിയുമ്പോൾ ഇപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു ചാപ്റ്റർ, അതിലൊരു സ്റ്റുഡൻറ്റ് കയറി കഴിയുമ്പോൾ 4 ലെവലിൽ അതിനകത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ലെവല്, അതിന് ലെവൽ 1 എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, മീഡിയം, നീറ്റ്, ഹാർഡ്, ഇങ്ങനെ 4 ലെവലിൽ ഇൻഡിവിജ്വലി ഓരോ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കുക. അപ്പോൾ അതൊരു സ്റ്റുഡൻറ്റിന് കയറി അത് എത്ര ക്ലിയർ ആയി. ഇപ്പം ഞാൻ പഠിച്ച് റിവിഷനോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലാണെന്നുള്ളത് എനിക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യമേ ക്ലാസ്സിൽ വന്ന് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ജൂണിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ കയറുന്നതെങ്കിൽ എനിക്കറിയാം ഞാൻ ലെവൽ 1 അതേസമയം ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ അയാളാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ലെവൽ 1 വളരെ ഈസിയാണെന്ന് തോന്നിയാൽ നേരെ അയാൾക്ക് നീറ്റിലേക്കോ ഹാർഡിലേക്കോ പോകാനായിട്ട് വരും. ഇപ്പോൾ ഒരേ ആപ്പ് തന്നെ പല സ്റ്റുഡൻസിന് അവരുടെ രീതിക്ക് അനുസരിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ലേണിംഗ് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ഫെസിലിറ്റി ആയിട്ട് ഓൺലൈൻ സ്റ്റുഡൻസിന് ശരിക്കും ലഭിക്കുന്നുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് മാക്സിമം ഓൺലൈൻ സ്റ്റുഡൻസ് യൂസ് ചെയ്യണമെന്ന് പറയാറുണ്ട്, അവർ ചെയ്യാറുമുണ്ട്. ഓക്കെ സാർ, ഇനി നമ്മൾ സ്കോളർഷിപ്പ് അതുപോലെ ഈ ഒരു ഓൺലൈനിൽ ചേരാനുള്ള ക്രൈറ്റീരിയയിലേക്കൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, എന്തായിരിക്കും സാറിന് പറയാനുള്ളത്? ശരിക്കും ഞാൻ ആദ്യമേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞിരുന്നു, 75% PCB സ്കോർ CBSEയിൽ നേടിയ ഒരു സ്റ്റുഡൻറ്റ്, അത് പലപ്പോഴും നമ്മുടെ പല സെൻറ്ററിൻ്റെയും ഓഫ്ലൈൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നൊരു മാർക്കല്ല. പക്ഷേ എന്ന് വെച്ചാൽ അവർ ആ ഡ്രീം കളയണം എന്ന് ഇല്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസ് വന്നാണ് ഞാൻ ഈ പറഞ്ഞ 690 മാർക്കൊക്കെ, 690 എന്ന് പറഞ്ഞാൽ നീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ മാർക്കല്ല, ഒരു വലിയ വളരെ വലിയ മാർക്കാണ്. സ്വപ്നം കാണുന്ന മാർക്കാണ്. അതെ അതെ. അതും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ തന്നെ ഏറ്റവും ഓപ്ഷൻ വെക്കുമ്പോൾ ഒക്കെ ആദ്യമേ ചൂസ് ചെയ്യപ്പെടുന്ന 2 മെഡിക്കൽ കോളേജുകളാണ് കോഴിക്കോടും തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ആ സ്റ്റുഡൻറ്റ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. അപ്പോൾ ആ ഒരു അതുകൊണ്ട് ഓൺലൈനിന് നമുക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ കോഴ്സ് തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു കാര്യം, ഇപ്പോൾ കോവിഡിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്തപ്പോൾ ഉള്ള ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണല്ലോ എടുത്ത തീരുമാനം തന്നെ അതാണ്. അതായത് പല സ്റ്റുഡൻസിനും ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൽ എത്താനായിട്ട് സാധിക്കുന്നില്ല, അല്ലെ സാധിക്കാറില്ല. ചിലപ്പോൾ അവർ എബ്രോഡ് ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഈ മാർക്ക് റേറ്റ്, അങ്ങനെ പല കാരണങ്ങൾ വരും. അപ്പോൾ ബ്രില്യൻറ്റിനകത്തുള്ള അതേ ഫെസിലിറ്റി എ ബ്ലോക്കിൽ അല്ലെ ഡി ബ്ലോക്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരു കൊച്ചു പഠിച്ചാൽ അവൻ എന്താ ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്? അത് എക്സാം ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ഇവിടെ എത്താൻ പറ്റാതെ പോകുന്നൊരു സാഹചര്യത്തിൽ ഒരു കൊച്ചിന് എങ്ങനെ നമുക്ക് അവൻ എവിടെ ഇരിക്കുന്നോ, നമുക്കറിയാം. ഇപ്പോൾ ചില സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വരാൻ സാഹചര്യമില്ല, ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ അവൻ ജോലി ചെയ്യുന്ന ആ സ്ഥലത്ത് ശരിയല്ലേ? അപ്പോൾ ഒരു കൊച്ചു വീട്ടിലിരുന്നാണ് പഠിക്കുന്നതെങ്കിൽ അവൻ്റെ വീട്ടിൽ ആ മുറിയിൽ ഇതിൽ ഈ 2 സ്ഥലത്തും വരുന്ന ക്ലാസ് പലതല്ല, ഒരേ സ്റ്റുഡിയോയിൽ ഒരേ സമയത്ത് ലൈവ് ക്ലാസ് ഒരേ ആൾ തന്നെ എടുക്കുകയാണ്. അതിൻ്റെ ഫെസിലിറ്റികളും എക്സാമിനേഷൻസും ഈ സ്റ്റുഡൻറ്റുകളുടെ സാഹചര്യം എന്താണോ അത് ബാധകമല്ലാതെ പ്രൊവൈഡ് ചെയ്യപ്പെടുവാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഓൺലൈനല്ല, അതാണ് ശരിക്കും ബ്രില്യൻറ്റ് ഓൺലൈൻ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ കോഴ്സിന് ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടില്ല, ആർക്കും ജോയിൻ ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റും മദറും ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് ഇയറിലെ +2 മാർക്ക് എങ്ങനെ ക്രൈറ്റീരിയ ആയിട്ട് വെക്കാൻ പറ്റും? അവർ ആ വന്ന വഴിയിൽ എവിടെയോ ഈ ഡ്രീം നഷ്ടപ്പെട്ടു പോയവർ വീണ്ടും ജോയിൻ ചെയ്യാൻ ഈ കോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ക്രൈറ്റീരിയ ഓൺലൈനിൽ വെക്കുക എന്ന് പറയുന്നതിൽ ന്യായമില്ല. നമ്മൾ ഓൺലൈൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല, അത് പരമാവധി ആളുകളിലേക്ക് എത്തുക. ഡ്രീം നേടിയെടുക്കാൻ ഇപ്പോൾ +2 കഴിഞ്ഞ് ആഗ്രഹിക്കുന്നവർക്കും അല്ല, എനിക്ക് എവിടെയോ ഈ ഡ്രീം നഷ്ടപ്പെട്ടു പോയി ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിനകത്ത് കിട്ടുന്ന അതേ ക്ലാസ്സുകളും എക്സാമുകളും പ്രൊവൈഡ് ചെയ്യുക. അതാണ് ശരിക്കും നമ്മൾ ഓൺലൈൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നമ്മൾ ക്രൈറ്റീരിയ വെച്ചിട്ടില്ല. പിന്നെ സ്കോളർഷിപ്പുകൾ മാർക്കോട് കൂടി വരുന്ന സ്റ്റുഡൻസിന് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ എല്ലാ സ്കോളർഷിപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2026 ഈ വർഷത്തെ +2ൻ്റെ സ്കോർ അതനുസരിച്ചും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന 2026 നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ അനുസരിച്ചും 100% മുതൽ 10% വരെയുള്ള സ്കോളർഷിപ്പുകൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ തന്നെ മറ്റിപ്പോൾ ട്യൂഷനോ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഹൈബ്രിഡോ റെസിഡൻഷ്യലോ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ച സ്റ്റുഡൻസിന് അതിന് ആനുപാതികമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഓഫ്ലൈനിലും ഉണ്ട് ഓൺലൈനിലും ഉണ്ട്. പിന്നെ ഇപ്പോൾ കാറ്റഗറി റിസർവേഷനുള്ള സ്റ്റുഡൻസിന്, ഇപ്പോൾ SC സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ST സ്റ്റുഡൻ്റ് ആണ്, അവർക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്കോളർഷിപ്പും നമ്മുടെ കോഴ്സിൽ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയും നമുക്കറിയാം സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. 24th സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നുണ്ട്. 30th ഈ മന്ത് തന്നെ മെയ്യിൽ തന്നെ നമുക്ക് സ്കോളർഷിപ്പ്
സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള സ്കോളർഷിപ്പുകൾക്ക് ഓഫ്ലൈൻ ഓൺലൈൻ വ്യത്യാസമില്ല. എല്ലാവർക്കും മാർക്ക് അനുസരിച്ച് കൊടുക്കേണ്ട എല്ലാ സ്കോളർഷിപ്പുകളും രണ്ട് കോഴ്സിനും സെയിം. സർ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പങ്കുവെച്ചതിൻ്റെ ഇടയിൽ സാർ പരാമർശിച്ചൊരു കാര്യമുണ്ട്, അതായത് ഹോസ്റ്റൽ ഫെസിലിറ്റി ഓൺലൈൻകാർക്ക് കിട്ടുക എന്നുള്ളത് ഒരു അവസാന നിമിഷത്തോടൊക്കെ അനുബന്ധിച്ചതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടോ? ശരിക്കും ഹോസ്റ്റല് നമ്മൾ ഈ ഓൺലൈൻ സ്റ്റുഡൻസിന് പൊതുവെ ഹോസ്റ്റല് നമ്മൾ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നൊരു സമയത്തിൽ നമ്മൾ പൊതുവെ പ്രിഫർ ചെയ്യാറില്ല. അതിൻ്റെ കാര്യം ഈ ഓഫ്ലൈനും ഓൺലൈൻ കോഴ്സുകൾ നമ്മളൊരു ബേസിക് ഡിഫറൻസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സമയമാണ്. അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുക. അപ്പോൾ പരമാവധി സമയത്തെ പഠിത്തത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇതാണ് ശരിക്കും ഓൺലൈൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓഫ്ലൈന് മുകളിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഈ സമയം ആണ് ശരിക്കും പറഞ്ഞാൽ. ബാക്കി കോമ്പറ്റീഷൻ സംഭവങ്ങളും എല്ലാം നമുക്കറിയാം, ഡയറക്റ്റ് എക്സ്പീരിയൻസ് എപ്പോഴും ഓഫ്ലൈനില്ല. അപ്പം അതിന് മുകളിൽ സഞ്ചരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതാ ഈ എക്സ്ട്രാ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വരികയും അതിൻ്റെ കൂടെ ഓൺലൈനായിട്ടിരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ അഡ്വാൻറ്റേജിന് ഒരു ലിമിറ്റേഷൻ വരാൻ തുടങ്ങും. കാരണം അവർക്ക് ഹോസ്റ്റലിന്റെ ടൈമിനനുസരിച്ച് ഫുഡ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ചിലപ്പോൾ വർത്തമാനം പറയാനൊക്കെ പോയെന്ന് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഓൺലൈൻ കോച്ചിനോട് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. ഇത് രണ്ട് കൂട്ടർക്ക് സമയനഷ്ടമാണ്. ഓഫ്ലൈൻ പോകുന്ന ആൾ ക്യാമ്പസിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ഇവർക്കത് സമയനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാസ് നടക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ ഒരു നവംബർ വരെയെങ്കിലും ഓൺലൈൻകാർക്ക് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാറില്ല. ചോദിക്കുന്ന സ്റ്റുഡൻസിനോടും നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് ക്ലാസ് റൺ ചെയ്യുമ്പോൾ നല്ലതെന്നാണ് പറയാറ്. കാരണം അതാണ് അതിൻ്റെ ശരി. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. ശരിക്കും അവർക്ക് അതാണ് ഏറ്റവും വെർത്ത്. അപ്പോൾ അവർ വീട്ടിലിരുന്ന് തന്നെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടുപോകുന്നു. ശേഷം മോഡൽ എക്സാമിനേഷൻ, ഞാൻ പറഞ്ഞു ജനുവരിയിൽ ക്ലാസ് തീർന്നാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മോഡലാണ്. ഈ മോഡൽ എക്സാമിനേഷൻസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ക്യാമ്പസുകളിലും സ്റ്റുഡൻസിന് ആവശ്യമാണെങ്കിൽ നമ്മൾ ഹോസ്റ്റൽ സൗകര്യം കൊടുക്കും. ആ സമയത്ത് ക്രൈറ്റീരിയ വരും. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 മാർക്ക്, അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ നീറ്റ് സ്കോർ, അങ്ങനെയല്ല. നമ്മൾ അതിനു മുമ്പ് തന്നെ സ്റ്റുഡൻസിന് ഓഫ്ലൈൻ എക്സാം നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, എല്ലാ സൺഡേകളിലും ഓൺലൈൻ സ്റ്റുഡൻസിന് എക്സാം ഉണ്ട്. ഈ എക്സാമിനേഷൻ എല്ലാ എക്സാമും ഓൺലൈനായിട്ട് കിട്ടും. അതുകൂടാതെ നമ്മളുടെ ജൂലൈ മുതൽ എല്ലാ സൺഡേയിലും നടക്കുന്ന എക്സാമിനേഷൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മളുടെ 8 റിപ്പീറ്റേഴ്സ് ക്യാമ്പസുകളിൽ ഓഫ്ലൈൻ ആയിട്ട് എഴുതാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റിന് ക്ലാസ് വീട്ടിൽ ഇരുന്ന് പഠിക്കണം. എക്സാമിനേഷൻ വീക്ക്ലി എക്സാമിനേഷൻ കൂടാതെ ശരിക്കും സ്റ്റുഡൻസിന് ജൂലൈ മുതൽ എല്ലാ മന്തിലും ഒരു മന്ത്ലി മോഡൽ എക്സാം എന്നുള്ളൊരു എക്സാമിനേഷൻ കൂടിയുണ്ട്. അതും ഒരു കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോയി, അതൊരു ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ തൊട്ട് നമുക്കത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒക്കെ സെൻറ്ററുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്റ്റുഡൻസിനോട് പിന്നീട് അറിയിക്കും. അപ്പോൾ എന്താണെങ്കിലും ജൂലൈ മുതൽ നടക്കുന്ന സൺഡേകളിലെ എക്സാം 8 റിപ്പീറ്റേഴ്സ് ക്യാമ്പസിൽ അവർക്ക് ഓഫ്ലൈൻ എഴുതാം. അപ്പോൾ ഇതിലേതെങ്കിലും എക്സാമിനേഷനുകളിലെ മാർക്ക്, അതായത് നിങ്ങൾ മാർക്ക് കൊണ്ട് ബ്രില്യൻറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലാസ്സുകൾ വീട്ടിലിരുന്ന് കേട്ട് നിങ്ങൾ കൃത്യമായി പഠിച്ച് നമ്മൾ നടത്തുന്ന സൺഡേകളിലെ എക്സാം ഓഫ്ലൈൻ എഴുതി നിങ്ങൾ ആ പഠിത്തത്തിൻ്റെ ട്രാക്കിൽ വന്നെങ്കിൽ അത് ഉറപ്പായി നമ്മുടെ വീക്ക്ലി എക്സാമിനേഷൻ്റെ ഓഫ്ലൈൻ റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആ മാർക്ക് കൊണ്ട് അവർക്ക് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് ലാസ്റ്റ് മാസങ്ങൾ, കാരണം അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിള്ളേർക്ക് അഡ്വാൻറ്റേജും ലാസ്റ്റ് മോഡലിൻ്റെ സമയത്ത് ഓൺലൈൻ സ്റ്റുഡൻസ് ഹോസ്റ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ഹോസ്റ്റലുണ്ട് കുറച്ചും കൂടെ നവംബർ തൊട്ട് അല്ലെങ്കിൽ ജനുവരിക്ക് ശേഷം, ക്ലാസ് തീർന്നതിന് ശേഷമാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. സർ, അതുപോലെ തന്നെ നമുക്കറിയാം ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എഴുതുന്നത് 10,000-കണക്കിലധികം വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഓൺലൈൻ വിദ്യാർത്ഥികൾക്ക് ആ ഒരു മോഡൽ എക്സാമിൻ്റെ ക്രമീകരണം എങ്ങനെയായിരിക്കും? അത് ഞാൻ ആദ്യം പറഞ്ഞു. ശരിക്കും ജനുവരി വരെ മാത്രമേ ഈ ഓഫ്ലൈൻ ഓൺലൈൻ എന്നുള്ളൊരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ഉള്ളൂ. ശരിക്കും ഓഫ്ലൈൻ ഓൺലൈൻ എന്നുള്ള ഡിഫറൻസ് ഇല്ല. കാരണം നമ്മുടെ പാലായിൽ നിന്ന് തന്നെയാണ് ഓൺലൈൻ കോഴ്സ് എയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൽ വേറെ ഡിഫറൻസ് ഇല്ല. അവരെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സോ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് തന്നെയാണ് ഓൺലൈനിലും പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഇല്ല. പക്ഷേ വീട്ടിലാണ് സ്റ്റുഡൻസ് അവർ ഓൺലൈനായി എഴുതുന്നുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ മോഡൽ എക്സാമിനേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഓഫ്ലൈൻ ബാച്ച് സ്റ്റുഡൻസും ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസും കമ്പൈൻ ചെയ്യും. പിന്നെ ഓഫ്ലൈനായി സ്റ്റുഡൻസിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ 40ഓളം സെന്ററുകളിൽ കേരളത്തിൽ മുഴുവനും വരും. എന്നുവെച്ചാൽ എല്ലാ ജില്ലകളിലും 2ഓ അതിലധികമോ സെന്ററുകൾ ഉണ്ടാവും. സ്റ്റുഡൻസിന് ഈ സെന്ററുകളിൽ നമ്മളുടെ മോഡൽ എക്സാമിനേഷൻസ് വന്ന് ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് അന്ന് വൈകുന്നേരം തന്നെ റിസൾട്ട് അപ്ലോഡ് ആവും. ഈ റിസൾട്ട് നമ്മുടെ എല്ലാ ക്യാമ്പസുകളിലും ഇരിക്കുന്ന ഓഫ്ലൈൻ റെസിഡൻഷ്യൽ സ്റ്റുഡൻസ് എല്ലാവരുടെയും ഒപ്പമായിരിക്കും. അപ്പോൾ മത്സരത്തിൽ എവിടെയാണ്, അല്ലെ മത്സരം എങ്ങനെയാണെന്ന് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസരം അവർക്ക് ശരിക്കും മോഡൽ എക്സാമിനേഷൻ്റെ ടൈമിലുണ്ട്. ശരിക്കും നമ്മളുടെ ഈ മൊത്തം കോച്ചിങ്ങിൻ്റെ ഒരു സെക്ഷനെ തന്നെ, ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും
രണ്ട് ഹാഫ് ആയിട്ട് നമുക്ക് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ലാസ്റ്റത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ 3 മാസമേ ഉള്ളൂ, മറ്റേത് 6 മാസത്തോളം കോഴ്സ് ഉണ്ട്. പക്ഷേ എഫക്റ്റീവ്നെസ് വെച്ച് അല്ലെങ്കിൽ നീറ്റിനോടുള്ള ഒരു ഇമ്പോർട്ടൻസ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഹാഫ് ആയിട്ട് ഈ കോഴ്സിനെ ഡിവൈഡ് ചെയ്താൽ അതിന്റെ പകുതി ഹാഫ് വെയിറ്റേജ് വരിക ശരിക്കും മോഡൽ എക്സാമിനേഷൻ ആണ്. എല്ലാ സ്റ്റുഡൻസും അത് പറയാറുണ്ട്. കാരണം മോഡലിലേക്ക് തുടങ്ങി കഴിയുമ്പോൾ വേറൊരു ഫീലാണ്, അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വേറെയാണ്. നീറ്റിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു, നമുക്ക് എണ്ണി തുടങ്ങാം, ഇത്ര ദിവസത്തിനപ്പുറം നമുക്ക് നീറ്റ് എക്സാമിനേഷൻ. നമ്മൾ ശരിക്കും പറഞ്ഞത് പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ദിവസമായിട്ടാണ് ഞാൻ എപ്പോഴും ഞങ്ങൾ കോർഡിനേറ്റേഴ്സ് അങ്ങനെ പറയുന്നത്. കാരണം എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടത്, ആ ഒരു ദിവസം എഴുതാനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷത്തോടു കൂടി, അയ്യോ പേടിച്ച് അയ്യോ ഞാനിനി എങ്ങനെ, അങ്ങനെയൊന്നും അല്ല. ആ ദിവസം അത് ക്രാക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടു കൂടി ഓർത്തിരിക്കുന്ന ഒരു ദിവസം അത്. അപ്പോൾ അത് ഇതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ഈ പേടിക്കുന്നത്? ശരിയല്ല. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അതിന്റെ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നു. അതിന്റെ കൂടെയൊക്കെ തന്നെ നമ്മളുടെ ബ്രില്യൻറ്റിന്റെ മോഡൽ എക്സാമിനേഷൻ്റെ ഒരു ഷെഡ്യൂൾ സ്റ്റുഡൻസിന്റെ കയ്യിൽ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമേ മൊത്തം ടോപ്പിക്കുകൾ യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, പിന്നെ കോമ്പിനേഷൻ ആയിട്ട്, പിന്നെ ഓൾ യൂണിറ്റ് ആയിട്ട്, അങ്ങനെ 3 മാസം ശരിക്കും 3 മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഇവന്റ് എന്ന് പറയാം. വലിയൊരു ഇവന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിന്റെ മോഡൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ആ സമയത്ത് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ +2 ഒക്കെ ക്രാഷ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് പോലും പെട്ടെന്ന് ചോദിക്കുക എപ്പോൾ ഞങ്ങൾക്ക് മോഡലിൽ കയറാൻ പറ്റും. അവർക്ക് ആ ക്ലാസ് നമുക്കറിയാം, ക്രാഷ് കയറുന്ന പറഞ്ഞാൽ +2 കഴിഞ്ഞ് നേരെ വരുന്നുള്ളൂ. അവർക്ക് എന്താണ് നീറ്റ് എന്ന് അറിയാൻ വന്നവരെ, എങ്കിലും അവർ എൻക്വയറി പോലും ചോദിക്കുന്ന ആദ്യം അതെ എപ്പോൾ മോഡൽ എക്സാമിൽ എൻട്രി ചെയ്യും. അപ്പോൾ അത്രയും വലിയൊരു ഇവന്റ് ആണ്, സ്റ്റുഡൻസ് വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന. നമുക്കറിയാം ആ ഒരു ഇവന്റിലേക്ക് ഓഫ്ലൈൻ ഓൺലൈൻ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞ പോലെ അവർ ഒന്നിച്ച് തന്നെ എൻട്രി ചെയ്യുന്നത്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്, ഒരേ എക്സാം കോമ്പറ്റീഷൻ കറക്റ്റ് അവർക്കറിയാം. ഞങ്ങൾ കോർഡിനേറ്റേഴ്സും ഭയങ്കര എക്സൈറ്റഡ് ആ സമയത്ത്. ഞാൻ ഓൺലൈൻകാരോടൊക്കെ അവർ ശരിക്കും ഓൺലൈൻ സ്റ്റുഡൻസിന് എല്ലാ സൺഡേ എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ എക്സാമിനേഷൻ കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റുഡൻസിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കീ അവൈലബിൾ ആവും. ശരിക്കും ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കീ ഉപയോഗിച്ച് സ്റ്റുഡൻസിന് അവർക്ക് അന്ന് എന്തൊക്കെയാണ് തെറ്റുപറ്റിയതെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശരിക്കും നീറ്റ് നമ്മുടെ ഈ എല്ലാ എക്സാമിനേഷൻസിലും നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്. അതായത് എക്സാം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് തെറ്റിയ കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റുഡന്റ് എക്സാമിനേഷൻ 4:30 അറ്റൻഡ് ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് കീ കിട്ടുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കീ. അപ്പോൾ ആ കീ ഉപയോഗിച്ച് തന്നെ സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് തെറ്റിയത്, എന്തൊക്കെയാണ് ശരിയാകിയത്, എങ്ങനെ സൊല്യൂഷനിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടും. കറക്റ്റ് 6 മണിയാകുമ്പോൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ റെക്കോർഡഡ് വീഡിയോ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ കീ വെച്ച് നോക്കിയതിന് ശേഷവും അവർക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൽ പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ റെക്കോർഡഡ് വീഡിയോസ് കാണുന്നതോടുകൂടി അവർക്ക് അത് കറക്റ്റായിട്ട് ക്ലിയർ ആവും. 8 മണിക്ക് ഇതുവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ 2026 ആണല്ലോ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വർഷങ്ങളിലും ശരിക്കും ഞാനീ പറഞ്ഞ 4:30 എക്സാമിനേഷൻ കഴിഞ്ഞാൽ 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ബ്രില്യൻറ്റിന്റെ റാങ്ക് അനൗൺസ്മെന്റ് നടന്നിരിക്കും. ഒരു സ്റ്റുഡൻറ്റിന് വരുന്ന ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ അവരിപ്പോൾ നമുക്കറിയാമല്ലോ സ്റ്റുഡൻസ് ആ ഒരു സമയത്ത് നമ്മളൊരു സ്റ്റുഡൻറ്റിന്റെ എക്സാമിനേഷൻ നമ്മളാണല്ലോ ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. ഞാനല്ല, ഒരു ഒരു പ്രൊഫസേഴ്സിന്റെ പാനലുണ്ട്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ കോർഡിനേറ്റേഴ്സ് പലപ്പോഴും പ്രൊഫസേഴ്സിനോട് ചോദിക്കും സാറേ ഇന്ന് എങ്ങനെയാ. അപ്പോൾ അവർ കറക്റ്റ് ആയിട്ടുള്ളൊരു പിക്ചർ നമ്മളോട് പറയും, ഇന്ന് ഇങ്ങനെയായിരിക്കും, ഇന്ന് ഇതുപോലെ ആയിരിക്കും. അപ്പം നമുക്കറിയാം അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എക്സാം കഴിഞ്ഞ് എന്ത് അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക, ഇന്ന് അവൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് 8 മണിക്ക് മീറ്റിങ്ങിന് കയറുമ്പോൾ നമുക്കറിയാം. അപ്പം ഞങ്ങൾ എന്നോട്, അതായത് ചിലപ്പോൾ സ്റ്റുഡൻസ് ഒരു ഹോസ്റ്റലിലൊക്കെ വന്ന് നിന്നതിന് ശേഷം അവർ ചോദിക്കാറുണ്ട്. അതായത് ഞങ്ങൾ മീറ്റിങ്ങിൽ കയറുമ്പം ഇപ്പോൾ ജോർജ് സാറാണ് അല്ലെ ആരാണോ ആ ഡയറക്ടർ, അദ്ദേഹം കയറുമ്പോൾ തന്നെ പറയും ഇന്ന് ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ പലപ്പോഴും അവർ ഹോസ്റ്റലിൽ എന്ന് പറയും ഇവർ ദിവ്യന്മാരാണോ എന്ന്. കാരണം കറക്റ്റ് അവർക്കറിയാം ഇതാണ് ഇന്നത്തെ അവസ്ഥ. ശരിക്കും ക്വസ്റ്റ്യൻ തയ്യാറാക്കപ്പെടുന്ന ഇവിടുന്നാണ്. നമ്മൾ എന്താണോ അന്നത്തെ ദിവസം അവർക്ക് ഫീൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അത് തന്നെയാണ് സ്റ്റുഡൻസ് ഫീൽ ചെയ്യുക. അപ്പോൾ അത്രയും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത്തരം കാര്യം ഇതെല്ലാം നമ്മൾ ഓഫ്ലൈനിലും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഈ ഫോർമാറ്റ് അങ്ങനെയാണ് ശരിക്കും ഓൺലൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഇത്ര എഫക്റ്റീവ് ആകുന്നത്. സർ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരൊറ്റ ചോദ്യം കൂടി. എന്തുകൊണ്ടാണ് ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വ്യത്യസ്തമാവുന്നത്? റിസൾട്ട് ഓറിയന്റഡ് ആണ്. നമ്മളെപ്പോഴും സ്റ്റുഡൻസിന്റെ കൂടെയാണ് സ്വപ്നം കാണുന്നത്. അവരുടെ റിസൾട്ട് ആണ് എപ്പോഴും പലപ്പോഴും നമ്മുടെ ഓരോ കോഴ്സിന്റെയും ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ മോഡലോട് കൂടി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ബാച്ച് തീർന്നു, അങ്ങനെയല്ല.
ഒരു ക്ലാസ് തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് തീരുമ്പോൾ അതായത് അതിപ്പോൾ ഒരു ക്ലാസ് മെൻറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റർ, അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതിൽ സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ മോഡൽ എക്സാം കഴിയുമ്പോൾ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പല സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിൽ അവർ പറയാറില്ലേ, അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവരാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വളരെ അറ്റാച്ച്ഡ് ആണ് സ്റ്റുഡൻസിനോട്. തീർച്ചയായും. ഇപ്പോൾ ഓരോ ക്ലാസ് ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്നൊരു പ്രൊഫസർ പോലും ഇപ്പൊ ചില സമയത്ത് അവര് ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും, അത് പിള്ളേരെ എന്നാ വിചാരിക്കും, അല്ല അവർക്കത് ഓക്കെ ആയിരിക്കുമോ, ടെൻഷൻ അടിക്കുമോ, ഇങ്ങനെയുള്ള ഒരു കൺസേൺ. അത് ബ്രില്യൻ്റെ എല്ലാ സെക്ഷനും ആ ഒരു സ്റ്റുഡൻറ്റിനൊപ്പം ടെൻഷൻ അടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് സ്വപ്നം കാണുന്ന കൂടെ ഒരു വിക്ടറി ഡേ ആണല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ സ്വപ്നം അങ്ങനെ, അത് ശരിക്കും പറഞ്ഞ ആ കുട്ടിനെ വൈറ്റ് കോട്ട് ഇട്ട് ആ കുട്ടി കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിലാണ് ബെർലിനിലെ ഒരു സ്റ്റാഫ്. അപ്പൊ ആ രീതിയിലാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല ഓൺലൈനും. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്താണോ റൺ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഒരു ഓൺലൈൻ റിഫ്ലക്ഷൻ ആണ് ശരിക്കും റിപ്പീറ്റർ മെഡിക്കൽ ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് എല്ലാ ക്ലാസ്സുകളും നമുക്ക് ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി, അങ്ങനെ തന്നെയാണ് ഓഫ്ലൈനും, ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമിനേഷൻസ്, അങ്ങനെ നമ്മൾ എന്താണോ അവർക്ക് റിസൾട്ട് നേടാനായിട്ട് ബ്രില്യൻറ്റിൻ്റെ ഫെസിലിറ്റികൾ എത്രത്തോളം പിള്ളേർക്ക് പ്രൊവൈഡ് ചെയ്യാമോ അത് മുഴുവനും നമ്മൾ അവർക്ക് നമുക്കിലേക്കാൾ ഞാൻ പറയും. ഇപ്പം ഓഫ്ലൈനും ഓൺലൈനും നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇപ്പോൾ ഞാൻ ഡൗട്ടിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ അങ്ങനത്തെ ചില നമുക്ക് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെ പോലും നമ്മൾ മാക്സിമം ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ റിസോഴ്സുകളുണ്ടോ അത് മുഴുവനും സ്റ്റുഡൻറ്റിന് അതാണ് ഡ്രീമെങ്കിൽ ഒരു നീറ്റ് നേടിയെടുക്കുക എന്നൊരു സ്റ്റുഡൻറ്റിന് ഉറച്ച വിശ്വാസവും അങ്ങനൊരു അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയാലും മൈൻഡ് സെറ്റിനെയാണ്. അതായത് എന്ത് പ്രതിസന്ധികൾ ഉണ്ടാവുന്ന സമയത്തും ഞാൻ ഇത്ര സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കും. അതായത് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു സാവേഷനാണ്. അതായത് എന്നെ പറയുന്ന ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാന്നൂടെ പറയാം. അത് തന്നെ. അതായത് എനിക്കിതായി തീരണം, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എല്ലാം തീർന്ന് ഞാൻ എത്തുന്നത്. പലപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്റ്റുഡൻസിന് ഈ വൈറ്റ് കോട്ട് ഇടുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ഡ്രീമിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ശരിക്കും പറഞ്ഞൊരു ബ്രില്യൻ്റെ ശരിക്കും നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അവരെപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, അതായത് ഒരു വിക്ടറി ഡേ. യെസ്, ബ്രില്യൻ വിക്ടറി ഡേ. ആ ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതെ തന്നെ. ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം സ്റ്റുഡൻസിന് മുമ്പോട്ടേക്ക് പോകാനായിട്ടുള്ള പല ചെറിയ ഗോളുകൾ, അത് എക്സാം ത്രൂ ആണെങ്കിലും ക്ലാസ് ത്രൂ ആണെങ്കിലും അവരുടെ മത്സരമാണെങ്കിലും ഈവൻ വിക്ടറി ഡേ ആണെങ്കിൽ കൂടി അത് പ്രൊവൈഡ് ചെയ്യാൻ ബ്രില്യൻറ്റിന് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം ഓൺലൈൻ സ്റ്റുഡൻസിനും ഓഫ്ലൈൻ സ്റ്റുഡൻസിനും എല്ലാം ബാധക. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ശരിക്കും ഒരു വർഷം നല്ലപോലെ കഷ്ടപ്പെടുക, അതിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സാഹചര്യം, എനിക്ക് വീടിൻ്റെ കംഫർട്ട് സോണാണ് ഇഷ്ടം, അല്ല എനിക്ക് നേരിട്ടൊരു ക്യാമ്പസിലേക്ക് എത്താൻ പറ്റാത്ത ചിലപ്പോൾ ആരോഗ്യപരമായ സാഹചര്യങ്ങളാവും. അപ്പം നമുക്കറിയില്ല, ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഞാനിപ്പോഴും അത് പറഞ്ഞപ്പോൾ ഒരു സ്റ്റുഡൻ്റെ കാര്യം, നമ്മുടെ ഓൺലൈനിൽ ലാസ്റ്റ് ഇയർ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റ് ഒറിജിനൽ നീറ്റ് എക്സാമിനേഷനാണ് ബെഡ് റിഡൻ ആയിരുന്ന സ്റ്റുഡൻറ്റ്. ആദ്യമായിട്ട് ആ സ്റ്റുഡൻറ്റ് ഇപ്പം 26-ലല്ല 25-ൽ പഠിച്ചിരുന്നത്. അതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് ഒരു കോഴ്സ് ത്രൂ ഔട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള രീതിയിലാണ്. അത് ഓഫ്ലൈൻ ഏറ്റുപോയി നമ്മുടെ ഒരു മോഡൽ എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ഏറ്റുപോയി എഴുതുന്ന അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ നീറ്റാണ്. ആ കൊച്ചിപ്പം നമ്മുടെ തന്നെ കേരളത്തിലെ ഏറ്റവും മെയിൻ മെഡിക്കൽ കോളേജുകളിൽ ഒന്നിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മളല്ലേ, അപ്പം നമ്മളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനായി കണക്കാക്കേണ്ട ആവശ്യമില്ല. പഠിക്കണമെന്ന ആഗ്രഹമുള്ള ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ഓൺലൈൻ തിരഞ്ഞെടുക്കാം. യെസ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാം, ഈ ഒരു സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നത്, അതായത് അജയ് സാർ ഇടയ്ക്ക് പറഞ്ഞു ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നീറ്റ് കിട്ടിയിട്ടില്ല, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു മേഖലയാണെങ്കിൽ ഡോക്ടർ എന്നൊരു സ്വപ്നം ഉള്ളിൽ അതിതീവ്രമായിട്ടുണ്ടെങ്കിൽ ക്രൈറ്റീരിയകളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ബെർലിൻ്റെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ www.berlinbala.org എന്ന നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ അഡ്മിഷൻസ് ഉറപ്പുവരുത്താം. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ബെർലിൻ്റെ ഓൺലൈൻ ബാച്ചിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.